ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഈ വീഡിയോ നമ്മൾ പുതിയ യമഹയുടെ ലോഞ്ച് ചെയ്ത ഹൈബ്രിഡ് ബൈക്ക്, അതായത് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഹൈബ്രിഡ് ബൈക്ക്, അതായത് ഇത്രയും നാളെ ഹൈബ്രിഡ് സ്കൂട്ടർ ആയിരുന്നു യമഹ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് വീണ്ടും ചേഞ്ച് ചെയ്ത്, അതായത് പുതിയ ഹിസ്റ്ററി എന്നും സൃഷ്ടിക്കുക എന്നുള്ള യമഹയുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അതേപോലെ തന്നെ ഹൈബ്രിഡ് ബൈക്കുമായിട്ട് പുതിയതായിട്ട് വന്ന ആ വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ആയുള്ള ബജാജിന്റെ പൾസർ ആയാലും യൂണിക്കോൺ ആയാലും നല്ല കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് 2008 യമഹ ആദ്യമായി FZ ഇറക്കുന്നത്. 2008 FZ ഇറക്കിയ ശേഷം ആ സമയത്ത് മാർക്കറ്റിൽ ലീഡിംഗ് പൊസിഷനിലോട്ട് എത്തി. അതിനുശേഷം 2014 ആയപ്പോഴത്തേക്ക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ, അതായത് ബാക്കി എല്ലാവരും ഫ്യൂവൽ ഇഞ്ചക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ യമഹ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഇന്ത്യയിൽ 2014 FZ കൊണ്ടുവന്നു. പിന്നെ ചേഞ്ചസ് ഓരോന്ന് വരുന്നതിന്റെ ഭാഗമായിട്ട് 2025 ഹൈബ്രിഡ്, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈബ്രിഡ് ടെക്നോളജിയോടി FZ ഇറക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ 11-ാം തീയതി ആയിരുന്നു, അതായത് ഈ മാസം 11-ാം തീയതി ആയിരുന്നു ഓൾ ഇന്ത്യ ലോഞ്ച്. അതിനുശേഷം വണ്ടി എല്ലാ ഷോറൂമിലും വന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് ജോർജ് മൈജി വണ്ടി തന്നു. അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്ത് നമുക്ക് വണ്ടിയെ കുറിച്ച് പറഞ്ഞ് ബാക്കി കണ്ണു ചെയ്യാം. നമ്മൾ എല്ലാ വട്ടം ചെയ്തിട്ടുണ്ട്, അതായത് ടൂ വീലർ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വീൽ ടു വീൽ ഡെമോ ആണ് ചെയ്തത്. ഇതിന്റെ അത് നമുക്ക് വീൽ ടു വീൽ ഡെമോ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഒരു ബിഗർ സൈസ് ടയർ ആണ് വരുന്നത്. 17 ഇഞ്ച് അലോയ് വീലോടുകൂടി ട്യൂബ്ലെസ് ടയർസ് ആണ് വരുന്നത്. അതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ 100/80 R17 ആണ് വരുന്നത്. ഒരു ബിഗർ ടയർ ആണ്, നല്ല ഗ്രിപ്പോട് കൂടിയ ഒരു ബിഗർ ടയർ ആണ്. അതിന്റെ അകത്ത് ഒരു സിയാൻ ബ്ലൂ കളർ അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്യും. സിയാൻ ബ്ലൂ അപ്പം ഈ വണ്ടിയുടെ കളറിന്റെ അകത്ത് ബ്ലാക്കും ഒരു സിയാൻ ബ്ലൂന്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു അട്രാക്റ്റീവ്, അതായത് ഒരു ഹെവി വണ്ടിയുടെ ഫീൽ ആണ് നമുക്ക് ഇതിന് തരുന്നത്. അതിൽ നിന്ന് നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോഴത്തെ ഒരു ബിഗർ സൈസ്, അതായത് ബിഗർ സൈസ് 207 mm ഒരു ഡിസ്ക് ബ്രേക്ക്, വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിംഗ് ആക്യുറസി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിംഗിൾ ചാനൽ ABS അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ചാനൽ ABS വന്നപ്പോഴത്തേക്ക് ബ്രേക്കിംഗ് ആക്യുറസി കൂട്ടിയിട്ടുണ്ട്. സ്കിഡിങ്ങിന്റെ വളരെ കുറച്ച് സ്കിഡിങ് അവോയ്ഡ് ആയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയും ട്രാക്ഷന്റെ കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അവിടുന്ന് നേരെ മേപ്പോട്ട് വരുമ്പോൾ ഒരു ബിഗ് ടെലിസ്കോപ്പ് സസ്പെൻഷൻ കാണാം. നമ്മൾ എല്ലാവർക്കും പറയാം ടെലിസ്കോപ്പ് സസ്പെൻഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കട്ടറുള്ള റോഡിൽ പോകുമ്പോഴത്തേക്ക് വണ്ടികളുണ്ടാകുന്ന ഷിവറിങ് നമ്മുടെ റൈഡറിന്റെ ഷോൾഡറിലോട്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് റൈഡിങ് സ്മൂത്ത്നെസ്സും ടെലിസ്കോപ്പ് സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം റൈഡിങ് കംഫോർട്ട് ആവാൻ വേണ്ടി ആ കാര്യങ്ങൾ നമുക്ക് സ്മൂത്ത് ചെയ്യുന്നു. അവിടെ നോക്കുമ്പോഴത്തെ ഒരു ബിഗർ ഫ്രണ്ടിലെ ഫെൻഡർ ആണ് കാണാൻ പറ്റുന്നത്. അതൊരു നമുക്ക് വണ്ടി ഒരു ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നു. അത് ടയറോട് ചേർന്ന രീതിയിൽ ഒരു രീതിയിലും ചെളി തെറിക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്ത്. അവിടെ നിന്ന് മേപ്പോട്ട് വരുമ്പോഴത്തേക്ക് ഈ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, ഇതിന്റെ അകത്ത് ഫുള്ളി, അതായത് ഫ്രണ്ടും ബാക്കും എല്ലാം LED ബൾബ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് നോക്കുമ്പോൾ ന്യൂ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് വരുന്നത്. ആ ഹെഡ്ലൈറ്റിനകത്ത് LED ആണ് ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ ട്യൂബുലാർ ഡേ ടൈം റണ്ണിംഗ് ലാമ്പും വരുന്നുണ്ട്. അതിന് നേരെ മേപ്പോട്ട് വരുമ്പോൾ യമഹയുടെ ഒരു എംബ്ലം വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് കൊണ്ട് നോക്കുമ്പോൾ ഒരു ക്ലസ്റ്റർ, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് ഇതിന്റെ അത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾ അവിടുന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒതുങ്ങിയ ക്ലസ്റ്റർ ആണ്. ഒരു 4.2 ഇഞ്ചിന്റെ ഒരു ക്ലസ്റ്റർ ആണ് വരുന്നത്. അതും TFT ഡിസ്പ്ലേ ക്ലസ്റ്റർ ആണ് വരുന്നത്. അതിന്റെ അകത്ത് റെഡിന്റെയും വൈറ്റിന്റെയും ഒരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. അതിന്റെ അകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റഡ്, അതായത് യമഹയുടെ ബ്ലൂടൂത്ത് കണക്റ്റഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നാവിഗേഷൻ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ 10x10 നാവിഗേഷന്, വണ്ടിയെ കുറിച്ച് സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിന്റെ അകത്ത് അറിയാൻ പറ്റും. അതായത് ആ സ്പീഡോമീറ്ററിന്റെ അകത്തുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് നാവിഗേഷന്റെ ബ്ലൂടൂത്ത് കണക്റ്റഡിലൂടെ കാണാൻ പറ്റും. അവിടുന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ, അതായത് അവിടുന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ ഒരു നമുക്ക് സ്മാർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. അതായത് സാധാ വണ്ടിയിലോട്ട് വലിയൊരു ഹാൻഡിൽ ബാർ അല്ല, ഒരു ഒതുങ്ങിയ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. ആ ഹാൻഡിൽ ബാറിലേക്ക് റൈഡിംഗ് പൊസിഷൻ തന്നെ, റൈഡർക്ക് സംബന്ധിച്ച് റൈഡിംഗ് പൊസിഷൻ തന്നെ നല്ല രീതിയിൽ, അതായത് ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റൈഡിംഗ് പൊസിഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. റൈഡർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഒതുങ്ങിയ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഹാൻഡിൽ ബാറിൽ തന്നെ നമുക്ക് എല്ലാ സ്വിച്ചുകളും നല്ല വെൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വിച്ചുകൾ എടുത്ത് പറയുന്നതാണ്. കാരണം വെച്ചാൽ ഇതെല്ലാം ഒരു വെൽ അറേഞ്ച് അല്ലെ വെൽ ഓർഗനൈസ് ചെയ്തിട്ടാണ് ഇതിന്റെ അത് പ്ലേസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൈലൻസ് സ്റ്റാർട്ട് ആണ് വരുന്നത്. അതായത് ഇതിന്റെ അകത്തൊരു SMG, അതായത് സൈലന്റ് സ്മാർട്ട് ഇന്റഗ്രേറ്റഡ് ജനറേറ്റർ മോട്ടറാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സൈലന്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് നമുക്ക് ഇതിന്റെ ചെയ്യും. അതും ഈസി ആയിട്ട്, അത് ഫെദർ ടച്ച് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതി വരും. അവിടുന്ന് താപ്പോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്.
പിന്നെ ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോളിന്റെയും ആ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റബിൾ സ്വിച്ച് വരുന്നുണ്ട്, ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഹോണിന്റെ സ്വിച്ച് വരും. അവിടുന്ന് നേരെ താപ്പോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യും, വണ്ടിയായിട്ട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ 13 ലിറ്ററിന്റെ ഒരു വലിയ ബിഗ്ഗർ സൈസ് ടാങ്കാണ് നമുക്ക് കാണാൻ വരുന്നത്. നമ്മൾ ആദ്യം ഫ്രണ്ട് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമായിരുന്നു, ഇതിന്റെ നമ്മുടെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിന്റെ അകത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ കഴിയില്ല. അതായത് ഈ പുതിയ ഡിസൈനിന്റെ അകത്ത് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ടാങ്കിലാണ് കൊടുത്തേക്കുന്നത്. അതായത് ടാങ്കിലെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിനെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടിലെ ടാങ്കിലാണ് കൊടുത്തേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ടാങ്കിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ആ ഹെഡ്ലൈറ്റിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ അപ്പൊ ആ ടാങ്കിന്റെ ഡിസൈൻ തന്നെ ന്യൂ ഡിസൈൻ തന്നെ ടാങ്കിന്റെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റൈഡർക്ക് കാല് വെക്കുമ്പോഴുള്ള പൊസിഷൻ നല്ലൊരു കംഫോർട്ടായിട്ട്, വണ്ടി ഒരു സ്പീഡിൽ പോയാലും റൈഡർക്ക് കംഫോർട്ടായിട്ട് ഇരിക്കാനുമുള്ള രീതിയിലുള്ള ഒരു ഇത് നമുക്ക് ഇതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യും. ആ ഡിസൈൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ എയറിന്റെ ഒഴുക്കിനെ ക്ലിയർ ആക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് എയർ വെൻസുകളും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കെർവിനെസ്സും ഡിസൈനും അതിന്റെ കൂടെ തന്നെ കണ്ണിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടാങ്കിന്ന് ഇറങ്ങി ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വലിയൊരു സീറ്റാണ് വരുന്നത്. വൈഡ് സീറ്റ് എന്ന് തന്നെ പറയാം, കാരണം വെച്ചാൽ ഒരു 2 പേർക്ക് ഈസി ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വൈഡ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. അവിടുന്ന് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ബാക്കിലെ ഹാൻഡിലായാലും നോക്കിയാൽ തന്നെ ഒരു നല്ലൊരു ഡിസൈൻ, ഒരു സ്പോർട്ടി ബൈക്കിന്റെ ഒരു ഡിസൈനോട് കൂടി തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. അവിടുന്ന് നമ്മൾ താപ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിലെ ടയർ കണ്ടപ്പോൾ ഫ്രണ്ടിലെ ടയറിനകത്തും സിയാൻ ബ്ലൂവിന്റെ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് നോക്കുക, ഇതും ടയർ സൈസ് 17 വരുന്നത്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ബിഗ്ഗർ ആയിട്ടുള്ള ടയറാണ് ഇതിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ടയർ സൈസ് വരുമ്പോഴത്തേക്ക് 140/60 R17 വരുന്നത്. കുറച്ച് ബിഗ്ഗർ ടയറാണ്. ടയർ സൈസ് 17 പക്ഷെ ടയറിന്റെ വീതി കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രിപ്നെസ് നല്ല കൂടുതൽ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ബാക്കിലെ ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ട് ഇതിന് നമുക്ക് നല്ല രീതിയിൽ ഹാൻഡ്ലിംഗ് സ്മൂത്ത്നെസ് കിട്ടും. നമ്മൾ ഫ്രണ്ടിൽ ഒരു ബിഗ്ഗർ ഡിസ്ക് ബ്രേക്ക് കണ്ടപ്പം ബാക്കിലും ഒട്ടും ചെറുതല്ലാത്ത ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. 220 mm ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ടയറിന്റെ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മഡ് ഫ്ലാപ്പ് കൊടുത്തേക്കുന്നുണ്ട്, നമുക്ക് നല്ല മഴയത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ചള്ളയടിച്ച് ബാക്കിൽ ഇരിക്കുന്നവരുടെ ദേഹത്തോട്ട് വരിക എന്നുള്ളത് അതും നമുക്ക് അവോയ്ഡ് ചെയ്യും. കാരണം കമ്പനി എല്ലാ രീതിയിലും കസ്റ്റമറെ ഹാപ്പി ആക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഒരു സ്പോർട്ടി ആയിട്ടുള്ള സൈലൻസർ ആണ് വരുന്നത്. സ്പോർട്ടി ആയിട്ടുള്ള ചെറിയ സൈലൻസർ ആണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ അതിന്റെ അകത്തൊരു സൈലൻസർ ഗാർഡും കൊടുത്തിട്ടുണ്ട്. കാരണം ഹീറ്റ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തോട് ഏകാതിരിക്കാൻ വേണ്ടി അതിന്റെ അകത്തൊരു ചെറിയൊരു സൈലൻസർ ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് തന്നെ വണ്ടിക്കകത്തൊരു ക്യൂട്ട്നെസ്സും ഒരു ബോൾഡ്നെസ്സും കൂടെ ചേർന്ന്, അതായത് ഒരു ഹെവി വണ്ടിയുടെ ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ബാക്കിലെ സസ്പെൻഷൻ നോക്കിയാൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോക്രോസ് സസ്പെൻഷൻ ആണ് വരുന്നത്. ബാക്കിലാണെങ്കിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോക്രോസ് സസ്പെൻഷൻ ആണ് വരുന്നത്. നോക്കുകയാണെങ്കിൽ ഒരു ഹാഫ് ചെയിൻ കവർ ആണ് കാണാൻ പറ്റുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള രീതിയിൽ അത് തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നു. അതിന്റെ അകത്ത് നോക്കി ഈ സൈഡ് നോക്കുമ്പോൾ ചെയിൻ കവർ, അതായത് വലിയ രീതിയിൽ വെളിയിലോട്ട് ചെയിൻ ഇതൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഹാഫ് ചെയിൻ കവർ, അത് നേക്കഡായിട്ടുള്ള ചെയിൻ കവർ ആണ് കൊടുത്തേക്കുന്നത്. ഓവറോൾ നോക്കുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ ക്യൂട്ട്നെസ്സും ബോൾഡ്നെസ്സും ചേർന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് വരുന്ന എഞ്ചിൻ നോക്കുമ്പോഴത്തേക്ക് 149 cc ആണ് എഞ്ചിൻ വരുന്നത്. എയർ കൂൾഡ് എഞ്ചിൻ ആണ് വരുന്നത്. 149 എയർ കൂൾഡ് എഞ്ചിൻ ആണ് വരുന്നത്. അതിന് താഴോട്ട് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഒരു നല്ല രീതിയിലുള്ള എഞ്ചിൻ കവർ കൊടുത്ത് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ മണ്ണുകൾ അടിച്ചു കയറാതിരിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ കമ്പനി എഞ്ചിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ വണ്ടിയുടെ എല്ലാം ആ എഞ്ചിൻ കവർ തന്നെ വണ്ടിയുടെ ഒരു ഡിസൈൻ പാർട്ടായിട്ട് തന്നെയാണ് വരുന്നത്. ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സിയാൻ ബ്ലൂവിന്റെ കളറും ഗ്രേ കളറും മിക്സ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ നല്ലൊരു വിസിബിലിറ്റിയും നമുക്ക് വണ്ടിക്കകത്ത് കയറി തന്നെ നല്ലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും നേരം ബാക്കി പറഞ്ഞ വണ്ടിയെ കുറിച്ചുള്ള പറയും. ഇനിയും ഇതിന്റെ അകത്ത് പുതിയതായിട്ട് വന്ന ഏറ്റവും എടുത്തു പറയേണ്ട ഹൈബ്രിഡ് ടെക്നോളജി വന്നു എന്ന് പറഞ്ഞു. ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവരെയും തെറ്റിദ്ധാരണയുണ്ട്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാല് പെട്രോളും അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയിലും വണ്ടി ഓടുന്നത്, അങ്ങനെയല്ല വരുന്നത്. നമുക്ക് ഒരു അർജന്റ് സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ RPM 5500 മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ബാറ്ററിയിൽ നിന്ന് ഒരു അഡീഷണൽ പവർ വണ്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ അതും കൊണ്ടാണ് വണ്ടിക്ക് മൈലേജിന്റെയും കുറച്ച് വ്യത്യാസം വരുന്നത്. കമ്പനി പറയുന്നത് അല്ലെ ARA സർട്ടിഫൈ ചെയ്ത മൈലേജ് എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ ആണ് പെർ ലിറ്റർ പറഞ്ഞത്. 60 കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട്. വണ്ടിയുടെ കെർവൈറ്റ് വരുന്നത് 136 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. സീറ്റ് നമ്മുടെ ഹൈറ്റ് വരുന്നത് സീറ്റ് ഹൈറ്റ് വരുന്നത് 790 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്.
നമുക്ക് എല്ലാ രീതിയിലും റൈഡർക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ലുക്ക് വൈസിലായാലും പെർഫോമൻസ് വൈസിലായാലും എല്ലാ രീതിയിലും ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഹൈബ്രിഡ് ബൈക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ യമഹ ഇത് ഇറക്കിയേക്കുന്നത്. റൈഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഓടിച്ചു നോക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ അകത്ത് ഹാൻഡ്ലിംഗ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ ഉള്ള ഒരു കംഫോർട്ട്, നല്ലൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് ഞാൻ പറയുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ റൈഡ് ചെയ്ത് എനിക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഓടിച്ചു നോക്കാം. നമുക്കിവിടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവൈലബിൾ ആണ്. ജോർജ് മൈജ വന്നാൽ ഞാൻ നമ്പർ ഇതിന് താഴെ കൊടുക്കാം. ജോർജ് മൈജ വന്നാൽ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ നമുക്ക് അവൈലബിൾ ആണ്. അവർ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് തരും. നിങ്ങൾ വണ്ടി എടുത്താലും എടുത്തില്ല, അവർ പറയുന്നത് വണ്ടി എടുത്താലും എടുത്തില്ലേലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വണ്ടിയെ കുറിച്ച് നിങ്ങളൊന്ന് അവയർനെസ് കൊണ്ടുവരിക.